ബബ്ബബ്ബ ബുക്ക് മൈ ഷോ അഴിഞ്ഞാട്ടം തുടങ്ങി മക്കളെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KV ബുക്കിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആണെങ്കിൽ ഒറ്റാണ്ട് ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. അമ്മാതിരി റേഞ്ച് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കാരണം എന്താണെന്ന് നമുക്ക് അറിയാം. ബ്രാൻഡ് നമ്മുടെ ലാലേട്ടൻ അതൊരു കാരണമാണ്. രണ്ടാമത് നമ്മുടെ ദിലീപേട്ടനും ഒരു കാരണം തന്നെയാണ്. കാരണം ദിലീപേട്ടന് കമ്പാക്ക് ആണെങ്കിൽ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടാണ് ഈ ഒരു ബുക്കിംഗ്. ഉറപ്പായിട്ട് നമ്മുടെ എമ്പുരാൻ്റെ ഒക്കെ FD തകർക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. അതിന് കൂടെ നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെ ഏട്ടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടനും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ആണെങ്കിൽ നല്ലൊരു റെക്കോർഡ് അടിച്ച് തന്നെ കയറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിംഗ് നോക്കുന്നു, നമ്മുടെ ക്രാഷായി പോകുന്നു. ബുക്ക് ചെയ്യാനായിട്ട് നോക്കാൻ നേരം ഇത് കിട്ടുന്നില്ല. ബുക്കിംഗ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കി അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ബുക്കിങ്ങിൻ്റെ സംഭവം കാണിക്കുന്നില്ല. അങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്നും അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല. ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ ഇപ്പം ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പടത്തിന്. എന്തായാലും ഉറപ്പാണ് 18-ാം തീയതി തിയേറ്റർ കത്തിക്കലാന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം കത്തിക്കലായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പടത്തിനാണെങ്കിൽ നല്ല രീതിക്കൊരു ഹൈപ്പ് തന്നെ ഉണ്ട്. ആ ഒരു ഹൈപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമാണെങ്കിൽ FD കളക്ഷൻ മാത്രമല്ല, ഫൈനലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കും ഫൈനലും വരാൻ പോകുന്നത്. എന്തായാലും ആ ഒരു കളക്ഷനൊക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ബുക്കിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിട്ടോ, പോയി ഓടിച്ചെന്ന് ബുക്ക് ചെയ്തോ. നമ്മൾ പരിപാടി ഹെവി ഡോസാണ് വരാൻ പോകുന്നത്. നമ്മൾ വിചാരിച്ചാലും വലിയ സംഭവമാണ് വരാൻ പോകുന്നത്. എന്തായാലും ബുക്കിങ്ങിൽ ഇനിയും മണിക്കൂറുകൾ കഴിയുമ്പോഴൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിക്കാണെങ്കിൽ ചിലപ്പോൾ റെക്കോർഡൊക്കെ ഇടാനും നല്ല രീതിക്ക് സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.